വെൽക്കം ബാക്ക് യു ഗൈസ് ടു അവർ യൂട്യൂബ് ചാനൽ. ഐ എം റോജൻ ഫ്രം SDK ക്ലാസ്സസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. കുറച്ച് കീബോർഡ് ഉണ്ട്, നമ്മുടെ കീബോർഡ് കാണില്ല, അതിൻ്റെ F12 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ 12 ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം F1 എന്തുവാന്ന്. F1 ആണ് ഹെൽപ്പ്. നമുക്കിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തപ്പാനുണ്ടെങ്കിൽ നമ്മൾ F1 നോക്കിയിട്ട് ഹെൽപ്പ് ചെയ്യാം. നെക്സ്റ്റ് F2 ആണ് റീനെയിം. നമ്മളിപ്പോൾ ഫയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ F2 നോക്കിയിട്ട് നമുക്കത് റീനെയിം ചെയ്യാം. F3 എന്താണ് നോക്കാം. F3 ആണ് സെർച്ച്. നമ്മളിപ്പോൾ എന്തെങ്കിലും കാണാതെ പോവുകയാണെങ്കിൽ നമ്മൾ F3 നോക്കിയിട്ട് നമുക്കതിനെ സെർച്ച് ചെയ്യാം. നെക്സ്റ്റ് ആണ് F4. നമ്മളിപ്പോൾ കൺട്രോൾ പ്ലസ് F4 നിൽക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് പ്രോഗ്രാം ഉണ്ടോ ആ പ്രോഗ്രാം ക്ലോസ് ആകും. പ്രോഗ്രാം ക്ലോസ് ചെയ്യാനുള്ളതാണ് F4. നമ്മളിപ്പോൾ കൺട്രോൾ പ്ലസ് F4 നിൽക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് പ്രോഗ്രാം നമ്മളിപ്പോൾ സ്ക്രീൻ കാണിക്കുന്നുണ്ടോ F4 നിൽക്കുവാണെങ്കിൽ അത് ക്ലോസ് ആക്കാം. നെക്സ്റ്റ് F5 ആണ് റീഫ്രഷ്. നമ്മളിപ്പോൾ സിസ്റ്റമൊക്കെ ഹാങ് ആകുമ്പോൾ ചിലപ്പോൾ F5 നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് റീഫ്രഷ് ചെയ്ത് ശരിയാക്കാം. നെക്സ്റ്റ് F6 അഡ്രസ് ബാർ. F6 ആണ് അഡ്രസ് ബാർ. F6 ആണ് അഡ്രസ് ബാർ. അഡ്രസ് ബാർ എന്താ, നമ്മൾ ഈ ഗൂഗിളിനകത്ത് മുകളിൽ അഡ്രസ്സ് എഴുതിയല്ലോ, നമ്മളിപ്പോൾ എന്ത് ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അതിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് F6 നിൽക്കുന്നത്. നെക്സ്റ്റ് F7 ആണ് സ്പെല്ലിംഗ് ചെക്ക്. നമ്മളിപ്പോൾ എന്തെങ്കിലും വേർഡിനകത്തോ പവർ പോയിൻറ്റിനകത്തോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ F7 നോക്കിയിട്ട് നമുക്കതിനെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് F8. ഇതാണ് F8 ആണ് റീബൂട്ട്. ഇപ്പോൾ സിസ്റ്റമിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി നമുക്ക് ഫോണിൽ നമ്മൾ റീബൂട്ട് ചെയ്യത്തില്ല ഇടയ്ക്കിടയ്ക്ക്, അപ്പോൾ അതിനെ നമ്മൾ F8 നോക്കി നമുക്ക് വീണ്ടും അത് റീബൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. F9 ബ്രൈറ്റ്നസ് ഡൗൺ. ഇപ്പോൾ ഒരുപാട് ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്ക് F9 നോക്കി ബ്രൈറ്റ്നസ് കുറയ്ക്കാം. അതുപോലെയാണ് F10 ബ്രൈറ്റ്നസ് അപ്പ്. ഇപ്പോൾ F10 നോക്കി ബ്രൈറ്റ്നസ് കുറഞ്ഞു പോയി തോന്നുകയാണെങ്കിൽ നമുക്ക് F10 നോക്കി ബ്രൈറ്റ്നസ് കൂട്ടാം. നെക്സ്റ്റ് F11 ഫുൾ സ്ക്രീൻ. F11 എന്താണ് ഫുൾ സ്ക്രീൻ. നമ്മളിപ്പോൾ സിനിമയൊക്കെ കാണുമെങ്കിൽ ഒരു ചെറിയ സ്ക്രീൻ ആയെങ്കിൽ തോന്നും, അപ്പോൾ നമ്മൾ F11 നോക്കിയിട്ട് ഫുൾ സ്ക്രീൻ ആക്കാം. നെക്സ്റ്റ് F12 സേവ് ആസ്. നമ്മളിപ്പോൾ വേർഡൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സേവ് ചെയ്യുന്ന F12 നോക്കുകയാണെങ്കിൽ നമുക്കത് സേവ് ആസ് ചെയ്യാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ F9 F10 ഇനിയും കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. F9 കൺട്രോൾ പ്ലസ് F9 നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ F9 നിൽക്കുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് കുറയും. നമ്മൾ കൺട്രോൾ പ്ലസ് F9 നിൽക്കുകയാണെങ്കിൽ പ്രോഗ്രാമിനകത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ ഇരിക്കുന്ന എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനകത്ത് എറർ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം. അതുപോലെയാണ് F10 F10 മെനു ബാർ. എന്താ, നമ്മളിപ്പോൾ നമ്മളെ വേർഡൊക്കെ അല്ലേ, വേർഡ് പവർ പോയിൻറ്റ്, അതിനകത്ത് മുകളിലൊരു മെനു ബാർ കൊടുത്തിട്ടുണ്ട്. ആ മെനു ബാർ നോക്കാൻ വേണ്ടിയിട്ടാണ് F10 നോക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. വലിയ സിമ്പിളായിട്ടൊരു കാര്യമാണ് നമ്മൾ ഈ F12 കീസൊക്കെ എന്താണ് നമ്മൾ നോക്കിയതെന്ന്. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. ഞങ്ങളുടെ ചാനലിനെ കാണുക. ഇതിൻ്റെ ഹിന്ദി പാട്ടും ഉണ്ട്, ഹിന്ദിയും കാണാം. മലയാളം ആൻഡ് ഹിന്ദി 2 ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് വരാം. അതുവരേക്കും ഞാൻ പോയി വരാം. ബൈ.